കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഒരു യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് ബഷീറുദ്ദീൻ റിമാൻഡിലായി എന്ന വാർത്തയാണ് ഒരു അപ്ഡേറ്റായി വരുന്നത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. പെൺകുട്ടിയെ ബഷീറുദ്ദീൻ ശാരീരികമായി ഉപദ്രവിച്ചെന്ന പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ മൊഴി നൽകുകയും ചെയ്തു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുന്നു. മിഥില, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ലേറ്റസ്റ്റായ വിവരങ്ങൾ? പോലീസിന്റെ നിഗമനം എന്താണ് ഇക്കാര്യത്തിൽ? കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30-ക്കാണ് ഈ പെൺകുട്ടിയെ സുഹൃത്തിൻ്റെ വാടക വീട്ടിൽ, അതായത് ബഷീറുദ്ദീൻ്റെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്, ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, കൂടുതൽ ചോദ്യം ചെയ്തു. ആ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ ഇയാൾ തന്നെയാണ് എന്ന ഇതിലുള്ള തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ആ സമയത്ത് ആത്മഹത്യ ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് തന്നെ വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട്, മാത്രമല്ല വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാൾ കൃത്യമായി ഇതിനൊരു പ്രതികരണം ഒന്നും ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. കാരണം ഈ മെസ്സേജുകളെല്ലാം തന്നെ ഇയാൾ കാണുന്നുണ്ടായിരുന്നു. തൻ്റെ മരണത്തിന് കാരണം ഈ ഒരു ആൺ സുഹൃത്ത് ആണ് എന്ന നിലയിലുള്ള സന്ദേശങ്ങളായിരുന്നു ഈ കുട്ടി വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സമാധാനം ഇല്ലാതാക്കി, മാനസികമായി നീ എന്നെ തകർക്കാൻ നോക്കിയെന്നും പെൺകുട്ടി ഈ ആൺ സുഹൃത്തിന് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല എൻ്റെ മരണത്തിന് കാരണം നീ ഒറ്റൊരുത്തൻ എന്നും കൂടി പറയുന്നുണ്ട്. ഈ ഒരു വാട്സപ്പ് സന്ദേശങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. മാത്രമല്ല ഈ പെൺകുട്ടിയുമായി അടുത്തുള്ള ആളുകളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ആ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതിൽ നിന്നും പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ നൽകിയ മൊഴി ഇപ്രകാരമാണ്. വലിയ രീതിയിലുള്ള ഒരു ക്രൂരമായ ശാരീരിക ഉപദ്രവം ഈ ആൺ സുഹൃത്തിൽ നിന്നും ഈ പെൺകുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ വെച്ച് കാലിന് കീഴോട്ട് അടിക്കുന്ന ഒരു സാഹചര്യം, മൊബൈൽ ഫോണിൻ്റെ ചാർജർ കേബിൾ വെച്ച് ഉപദ്രവിക്കുന്ന സാഹചര്യം, അത്തരം വലിയ രീതിയിലുള്ള ഒരു ക്രൂരമായ പീഡനം ഈ കുട്ടി ഈ ബഷീറുദ്ദീൻ്റെ ഭാഗത്തു നിന്നും നേരിട്ടിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം വെച്ചും ഈ മൊഴികളെല്ലാം വെച്ചുമാണ്, ഈ വാട്സപ്പ് സന്ദേശങ്ങളെല്ലാം വെച്ചുമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് ഈ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. മിഥില, ശരിക്കും ഈ ബദറിന്റെ ഡീറ്റെയിൽസ് എന്താണ്? ഇയാളെക്കുറിച്ച് മറ്റെന്തെങ്കിലും പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലാണ് ഇപ്പോൾ നടക്കാവ് പോലീസാണ് ഈ കേസെടുത്തിട്ടുള്ളത്. ഈ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം, പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ബന്ധുക്കളെല്ലാം തന്നെ ഈ പ്രതിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. കാരണം ഈ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം ഇയാൾ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ മറ്റോ ഇയാൾക്കുണ്ടായിരുന്നു, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ പുറത്തു പറയാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്തുതന്നെയായാലും നിലവിലിപ്പോൾ ഈ പ്രതി റിമാൻഡിലാണ്. കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി, കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത. ഓക്കെ, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.